സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നുണ്ട്. ദൈവ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ ചുറ്റാകെ നാം ആയിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഒരു ദൈവം എനിക്ക് തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 43 ഉള്ള വാക്യങ്ങൾ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരനായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ച് കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. ഈ രണ്ട് തിരുവചനവും ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്തു നോക്കിയാൽ ഇത് രണ്ട് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. If you compare the two verses, we see a lot of similarities there. ഇവിടെ അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നലിയോസ് ഒരു സെഞ്ചുറിയൻ ആയിരുന്നു. 100 പേർക്ക് അധിപതിയായ വ്യക്തിയായിരുന്നു. So in Acts chapter 10 we see Cornelius who was a centurion but authority over 100 soldiers. ഇവിടെ ഒരു 4 വ്യക്തികളെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയിട്ട് ഇവരെ കണക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആ ചില ഡിവൈൻ കണക്ഷനകത്തൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Here we can see that those people they are connected by a divine connection from God. കൊർന്നലിയോസിന്റെ കാര്യം പറഞ്ഞാൽ കൊർന്നലിയോസ് ഒരു ജാതീയ മനുഷ്യനായിരുന്നു. Cornelius was a Gentile person. ജാതി എന്ന് പറഞ്ഞാൽ യഹൂദനല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. Gentile means he was not a Jew. അദ്ദേഹം ഒരു അധികാരമുള്ള 100 പേർക്ക് അധിപതിയായ ഒരു സൈന്യാധിപനായിരുന്നു. He was a soldier having authority over 100 soldiers. പുള്ളിക്ക് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ കാണുന്നത് പോലെ ആത്മാവ് തന്റെ മേൽ വന്നിട്ടില്ല. താൻ അങ്ങനെയുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. He doesn't have any spiritual experience in his life. The spirit of God was not on him. പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നു അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. But it is said about him that he was a man of prayer. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ല, പക്ഷെ പുള്ളി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. The Holy Spirit was not upon him, but he used to pray. അദ്ദേഹത്തിന് സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. He was a man with testimony. ഇപ്പൊ ഈ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ സാക്ഷ്യമുള്ള ദാനങ്ങൾ കൊടുക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തില് ദൈവത്തിന്റെ ഇടപെടലാണ് നാം ഇന്നിവിടെ കാണുന്നത്. So what we see is the encounter with him who was a man of prayer and who gave a lot of gifts, and we see God's encounter with him. ഇതിനകത്ത് ഇതിന്റെ 5-ാമത്തെ വാക്യത്തില് ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക, അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ 4-ാമത്തെ വാക്യത്തില് നാം കാണുന്നു, അവനവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ രക്ഷിക്കപ്പെടാത്ത എന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയായ ഈ കൊർന്നലിയോസിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്നു. So here this Cornelius who was unsaved, who was not baptized, his prayer came before the presence of God. അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ പ്രാർത്ഥന ചെന്നപ്പോൾ ദൈവത്തിന് ഒരു താല്പര്യം, ഇവനെ ഇവിടെ നിർത്തിയാൽ പോരാ, അവനൊരു പ്രൊമോഷൻ കൊടുക്കണം. So then when his prayer went up to the presence of God, God wanted him to have spiritual promotion. ഇവിടെ അകത്തു നിന്ന് ഞാനൊരു ദൂത് പറയാം, നമ്മുടെ ദൈവം പ്രൊമോഷന്റെ ദൈവമാണ്. Our God is a God of promotion.
കാര്യം ആരും ഒരു സ്പിരിച്വൽ അവസ്ഥയിൽ സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. He does not want us to be saturated in a specific spiritual position. നാം ഇന്ന് വരെ പ്രാപിച്ചിട്ടുള്ള ദൈവകൃപയും അഭിഷേകവും സ്പിരിച്വാലിറ്റിയുടെയും അപ്പുറത്തേക്ക് നമ്മളെ കടത്തുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. God has a desire for all of us to grow out of the anointing which we have received. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോട് ഇടപെട്ട ഒരു കാര്യം, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മീയ തലത്തിലേക്ക് നിന്നെ കയറ്റുവാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, നിനക്ക് അതിനകത്ത് ഒരു താല്പര്യം വേണം. What God wants us to tell is that God has decided to take you to the next spiritual realm, but you should have a desire for that. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കൊർന്നല്യോസിന് ദൈവിക ദർശനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊർന്നല്യോസിന് പറയാം, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ധർമ്മം കൊടുക്കുന്ന വ്യക്തിയാണ്, ഇപ്പോഴടുത്ത ഒരു പടിയിലേക്ക് ഞാൻ കയറി, ഞാൻ ദർശനവും കണ്ടു, ഇനിയും എനിക്കൊരു ഗ്രോത്തിന്റെ ആവശ്യമുണ്ടോ? Cornelius could have said that there is no need for growth for me because I already do prayers and give alms, so I see vision. So what's the need for growth? പക്ഷെ ദൈവത്തിന് നമ്മളെ അങ്ങനെ ഇരുത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ അല്ല നമ്മുടെ കർത്താവ്. നമ്മളെ എപ്പോഴും അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ദൈവം വളർത്തുവാനായിട്ട് But ആഗ്രഹിക്കുന്നു. God does not want us to stay in one place. He wants to take us to the next step. അതുമാണ് കൊർന്നല്യോസ് കണ്ട ദർശനത്തിന് നീ ഒരു കാര്യം ചെയ്യണം, പത്രോസിനെ വിളിക്കണം. That's why in the vision it said he should call Peter. ഹല്ലേലൂയ. ഇത് കേട്ട ഉടനെ കൊർന്നല്യോസിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതായിട്ട് വന്നില്ല. After hearing this, Cornelius didn't have to doubt it again. ഞാനിവിടെ എന്റെ അകത്ത് ഞാൻ ഈ ദൈവവചനം ഇങ്ങനെ പഠിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു, എന്തിനാണ് ഈ കൊർന്നല്യോസിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? When I was meditating upon this word, I thought, why did the qualifications of Cornelius is described here? ഈ ക്വാളിഫിക്കേഷൻ കൂടുമ്പോൾ, എഡ്യൂക്കേഷൻ കൂടുമ്പോൾ ആൾക്കാരുടെ ഫ്ലെക്സിബിലിറ്റി കുറയും. When education and qualification increases, the people are not willing, not flexible. പക്ഷെ കൊർന്നല്യോസിന് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരൊറ്റ ദർശനം കണ്ടതേ ഉള്ളൂ. ഈ ദർശനത്തിൽ പത്രോസ് വന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യമൊന്നും കൊർന്നല്യോസിന് ഒരു പ്രശ്നമല്ലായിരുന്നു. കൊർന്നല്യോസ് ഉടനെ ആളെ വിളിച്ച് പത്രോസിനെ വരുത്തിക്കുക. So Cornelius didn't have any problem such as that. And when he saw the vision, he came and called Peter. ഇതിനകത്ത് ഒരു ദൂതുണ്ട്. നീ ദർശനം കണ്ടുകൊണ്ട് കാര്യമില്ല, ദൈവവചനം കേട്ടുകൊണ്ട് കാര്യമില്ല. ദൈവവചനം കേൾക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അതിനുവേണ്ടി സ്റ്റെപ്പുകൾ വെച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാകും. When you hear the word of God, when you act on it, that's when God's work will be. അതാ കൊർന്നല്യോസ് ചെയ്തത്. കൊർന്നല്യോസ് രണ്ടാമത് ചിന്തിച്ചില്ല. കൊർന്നല്യോസ് ഉടനെ ആളെ വിടുക. Cornelius didn't second guess it. He immediately sent his man. രണ്ടാമതൊരു വ്യക്തിയെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. Let's meet another person here. അദ്ദേഹമാണ് പത്രോസ്. That person is Peter. പത്രോസ് ലീഡറായിരുന്നു. Peter was a leader. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ. He was also a man of prayer. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ And when he was praying, പുള്ളിക്ക് വിശന്നു. he got hungry. നമുക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. വിശക്കും, ഉറക്കം വരും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. Many times when we are praying, we also feel such things. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശന്നു പത്രോസിന്. And when he was praying, he got hungry. അപ്പോൾ ഇതൊരു ദർശനത്തിന്റെ തുടക്കമായിരുന്നു. And it became a beginning of a vision. അപ്പൊ പത്രോസിന് ഒരു ദർശനം കൊടുത്തു. So Peter also received a vision. പത്രോസിനെ എന്റെ ഭാഷയിൽ എന്റെ ചിന്തയിൽ പറഞ്ഞ പത്രോസ് ഒരു മൂത്ത ബന്ധുക്കോസുകാരനായിരുന്നു. Peter was a traditional Pentecostal person. കാര്യം പത്രോസിന് ഈ ദർശനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതിനകത്ത് വെള്ളമില്ല, വീശയില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഈ ദർശനത്തിനകത്ത്. So Peter was seeing a lot of traditional things in that. അപ്പൊ പത്രോസിന് ഇത് അങ്ങോട്ട് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. So Peter had a problem with that vision. ഒക്കെ ശരിയാണ്, ഞാൻ അപ്പോസ്തലനാണ്, ദൈവം തെരഞ്ഞെടുത്തയാണ്, 3.5 വർഷക്കാലം കൂടെ നടന്നതാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ ദർശനം കണ്ടപ്പോൾ പത്രോസിന് അതിനെ അങ്ങോട്ടൊന്ന് റിസീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. So Peter was not able to receive the vision. കാര്യം പുള്ളിയുടെ അകത്ത് കിടക്കുന്ന ചിന്തകൾ വ്യത്യസ്തമാണ്. Because the thoughts that were in him were different. അവിടെ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, ഈ കൊർന്നല്യോസിന്, ജാതീയനായ കൊർന്നല്യോസിന് ഒരൊറ്റ ദർശനം കൊടുത്തപ്പോൾ കൊർന്നല്യോസ് പത്രോസിനെ വിളിക്കാൻ ആളെ അയച്ചെങ്കിലും പത്രോസിന് 3 പ്രാവശ്യം ദർശനം കൊടുക്കേണ്ടി വന്നു. Cornelius was a Gentile person who saw the vision. At once he sent his man, but Peter had to see the vision 3 times. നമ്മൾ എത്രത്തോളം ദൈവസന്നിധി ഫ്ലെക്സിബിൾ ആണ്. How flexible are we before the presence? നമ്മുടെ ചിന്തകളും ചിന്താ മണ്ഡലങ്ങളും ഒക്കെ ദൈവത്തിന്റെ പ്ലാനുകളെ അട്ടിമറിക്കുന്നതാണെങ്കിൽ ഇന്ന് അതിന്റെ പേരിൽ ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമുണ്ട്. We have to repent if our thoughts and mindset are above the will of God. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവേ നീ അരുളി ചെയ്യണമേ എന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഒരു മാറ്റത്തിന് വേണ്ടി താല്പര്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളോട് ഇടപെടുവാനായിട്ട് കഴിയും. And when we are before the presence of God and wait for His word, His Holy Spirit will come to us.
ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിലൂടെ എടുത്തു വരുമ്പോൾ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ ആരാധനയ്ക്ക് പോകുന്നതിന് ഉപരിയായി ഇന്ന് ദൈവസന്നിധിയിൽ കേട്ട് എന്റെ ജീവിതത്തിൽ എന്റെ ആത്മീയതയിൽ ഒരു പടി കൂടെ ഉയരണം എന്നുള്ള താല്പര്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമൈതലെ നിന്നെയാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുവാനായിട്ട് പോകുന്നത്. Desire to go into the next step, God will use you in this generation. അങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. The Spirit of God is desiring for such a generation. ട്രഡീഷൻ ഒരു പരാജയമായി പോയതിന്റെ കാരണമതാ ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. That's why all the old people they were not able to hear the voice of God. ഒരു കാലത്ത് ദൈവസന്നിധിയിൽ ആരാധന കഴിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഏലി പുരോഹിതന് ഇതാ ദൈവത്തിന്റെ ശബ്ദം കാണാൻ കഴിയാതെ വണ്ണം, ദൈവത്തിനെ കാണാൻ കഴിയാതെ വണ്ണം, ദർശനം കാണാതെ വണ്ണം ആ ഏലിയുടെ കണ്ണ് മങ്ങിപ്പോയതുപോലെ ഈ നാളുകളിൽ നമ്മുടെ കണ്ണുകൾ മങ്ങിപ്പോകരുത്. Eli the priest, who was always before the presence of God, his vision was blurred, and we should not be like that. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവദാസന്മാരോടുള്ള ദൈവത്തിന്റെ നീതി, വിശ്വസ്തത അവിടെ കാണുവാനായിട്ട് കഴിയും. ഒരു ദർശനത്തിൽ പത്രോസ് അത് ഏറ്റെടുത്തില്ലെങ്കിലും 3 ദർശനത്തിൽ പത്രോസിനെ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യം. But here we see the faithfulness of God, that even though Peter didn't accept at the first vision, he was able to see another more visions. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവേ ചില കാര്യത്തിലൊക്കെ വാശി പിടിച്ചാലും ദൈവം പിന്നെയും സംസാരിച്ച് പലരിലൂടെ ദൈവത്തിന്റെ വചനത്തിലൂടെ പിന്നെയും സംസാരിച്ച് നമ്മളെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ സ്നേഹമോർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ലല്ലോ. കാര്യം അവനറിയാം നമ്മുടെ ഫ്രെയിം ഇതാണെന്ന്. നമ്മുടെ ഫ്രെയിം എപ്പോഴും റെബല്യസ് ആയിട്ടുള്ള ഒരു ഫ്രെയിം ആണെന്ന് ദൈവത്തിന് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് പലപ്പോഴും പല വചനങ്ങളും നമ്മളോട് പിന്നെയും സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. That's why he again speaks the same word again and again. മൂന്നാമത്തെ ദർശനം കണ്ടപ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായി, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. When Peter saw the vision the third time, he understood there's a significance to it. അങ്ങനെ പത്രോസും ആ ദർശനത്തിനനുസരിച്ച് ചുവടുകൾ വെക്കുവാനായിട്ട് തീരുമാനിച്ചു. So Peter followed the vision and came. ഹല്ലേലൂയ. അതിന്റെ വേഴ്സ് 15-16 നമുക്ക് അവനെ കാണാനായിട്ട് കഴിയും. 3 പ്രാവശ്യം തന്റെ ദർശനത്തെ കുറിച്ച് പറയുന്നതായിട്ട്. ആ ശബ്ദം 2ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അങ്ങനെ 3 പ്രാവശ്യം ആ ദർശനം താൻ കാണുവാനായിട്ട് ഇടയായി. ഇനി അതിന്റെ 28ാം വാക്യം ഒന്ന് വായിക്കാം. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയോ മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളെ അയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസിനെ പഠിപ്പിച്ച ഒരു പാഠം എന്ന് പറഞ്ഞാൽ, should not call any man unholy or unclean. ഒരു മനുഷ്യനെയും അശുദ്ധൻ എന്ന് നീ പറയരുത്. What the Holy Spirit taught Peter was that he should not call any person unclean or common. Hallelujah. ഞാനിത് കേട്ടപ്പോൾ നമുക്ക് അതിനെ വായിച്ചു വിടാൻ എളുപ്പമാണ്. പലപ്പോഴും ആരെയും കുറിച്ച് നമ്മൾ അവരുടെ മുഖത്ത് നോക്കി പറയത്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വരുന്ന ചിന്ത എന്താ? Many times we have the same thought towards other people in our own hearts. Hallelujah. നമ്മൾ അകത്ത് ചിന്തിക്കും, അവൻ നന്നാവാൻ പോകുന്നില്ല. Inwardly we think that person will never progress. അവൻ ഹോപ്പ്ലെസ് ആണ്. That he is a hopeless person. ഇവിടെ പറയുന്ന പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറയാം. അങ്ങനെയാ പത്രോസ് ചിന്തിച്ചത്, ആ യഹൂദനല്ലാത്ത ഒരുവനും രക്ഷിക്കപ്പെടത്തില്ല, യഹൂദനല്ലാത്ത ഒരുവനും ഈ രക്ഷയിലേക്ക് വരുവാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ച സ്ഥലത്ത് പത്രോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ അങ്ങനെ ചിന്തിക്കരുത്, ഒരു മനുഷ്യനെയും നീ അശുദ്ധനെന്ന് എണ്ണരുത്. Peter only had the mindset that only Jewish people could come to salvation, but the Holy Spirit taught him that you should not call any person unclean. ദൈവസഭയോടും ഉള്ള ഒരു ദൂതത, ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരെ ആദ്യം വിധിക്കാൻ നിൽക്കാതെ, ഹല്ലേലൂയ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തോടുകൂടെ അവനോട് ദൈവവചനം അല്ലെങ്കിൽ ആ ഈ സത്യ സുവിശേഷം പറയുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. That all of us as a church should not judge a person, but share the gospel that we are entrusted with. ജഡ്ജ്മെന്റ് കർത്താവിനുള്ളതാ. ജഡ്ജ്മെന്റ് കർത്താവിനുള്ളതാ, നമുക്കുള്ളതല്ല. It is not for us. Praise God. Hallelujah. അങ്ങനെ പത്രോസ് ഇവനോട് സുവിശേഷം പറയുമ്പോൾ, ഇവരോട് ദൈവവചനം സംസാരിക്കുമ്പോൾ അതിന്റെ
അതാണ് നാം ഇപ്പോൾ വായിച്ചത്. 43-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. So then Peter preached that to him all the prophets witnessed that through his name whoever believes in him will receive remission of sins. ഇങ്ങനെ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ അവരുടെ മേൽ ആത്മാവ് വീണു. So while Peter was still preaching, the Holy Spirit came upon them. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിന് അവിടെ ഒരു ആത്മസാന്നിധ്യം, ആത്മാവ് അവനെ നിറയ്ക്കുവാനായിട്ടിടയായി. When you receive the word of God that is being preached, there will be filling of the Holy Spirit in you. ഹല്ലേലൂയ. ഈ ഭാഗമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, ഈ ഭാഗം ആർക്കു വേണ്ടിയിട്ടുള്ളതാണ്? ഈ പത്രോസ്, ഇത്രയും തിരക്കുള്ള പത്രോസിനെ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് അയച്ചതിന്റെ ദൈവത്തിന്റെ ഒരു ഉദ്ദേശം എന്താണ്? So what is God's purpose of sending this busy Peter into Cornelius' house? ഹല്ലേലൂയ. അവനെ കൊർന്നല്യോസിനെ ആത്മാവിനാൽ നിറയ്ക്കുക എന്നുള്ളതായിരുന്നു. It was to fill Cornelius with the Holy Spirit. കാര്യം അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് അവനെ നടത്തുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം. The Holy Spirit's purpose was to lead him to that fullness. ഹല്ലേലൂയ. അതെങ്ങനെ നടക്കണം? ഞാൻ തിരിച്ചിരിക്കും, ഓരോ വാക്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ പഠിക്കണം. ദൈവവചനം പഠിക്കുമ്പോൾ വ്യക്തികളെ നമുക്ക് അനലൈസ് ചെയ്ത് തിരുവചനം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. So when we study the word of God, we can analyze the people there. ഇവിടെ പത്രോസിനെ വിളിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോഴേ എനിക്ക് ഈ ദൂതം വന്ന് ഈ പുള്ളിയൊക്കെ നിറച്ചാൽ പോരായിരുന്നു. So what was the reason for calling Peter here? The angel could have just filled Cornelius. ഹല്ലേലൂയ. അങ്ങനെയല്ല നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹം. But that is not how the Holy Spirit decides to work. അതിനു വേണ്ടിയിട്ടാണ് ദൈവദാസന്മാരെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവസഭകളുള്ളത്. That is why the church of God is here, and that's why the servants of God are here. അങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. That is how the Holy Spirit acts. ഇവിടെ പരിശുദ്ധാത്മാവിനായിരുന്നു, ദൈവത്തിനായിരുന്നു കൊർന്നല്യോസിനെ എങ്ങനെയെങ്കിലും ഇത്രയും ജീവിക്കണമെന്ന് താല്പര്യമുള്ള ഈ വ്യക്തിയെ ഇതിനകത്താക്കണമെന്നുള്ള വലിയ ഒരു ഉദ്ദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പത്രോസിലൂടെയാണ് താൻ അത് ചെയ്യുവാനായിട്ട് ഇടയായത്. The Holy Spirit had a great desire for Cornelius to come to the faith, but he was only able to do it through Peter. Praise God. Hallelujah. അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പത്രോസിന്റെ സ്ഥാനത്ത് ഇവിടുത്തെ സ്ഥാനാവധികളായി നമ്മളെ ഓരോരുത്തരെയും ഇവിടെ ആക്കിയിരിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരുടെയും ശുശ്രൂഷകളെ ദൈവം പകർന്നിരിക്കുമ്പോൾ, ഈ രക്ഷയുടെ സുവിശേഷം നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുമ്പോൾ, അനേകരെ വിടുവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെയാണ് ദൈവം ആക്കിയിരിക്കുന്നത്. We have to understand that in place of Peter, here we are the ambassadors of Christ who are entrusted with the gospel. നാം പോയില്ലെങ്കിൽ, നാം അവരോട് സംസാരിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും പറയും ദൈവത്തിന് വേണമെങ്കിൽ ദൂതന്മാരെ അയച്ചാൽ ഞാൻ സുവിശേഷീകരിച്ചൂടെ. ദൈവത്തിന് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും. We might have thought God could have just sent angels and evangelize, and that can happen. പക്ഷെ അങ്ങനെയല്ല ഈ തിരുവചനത്തിന്റെ വ്യവസ്ഥ. But that is not the principle of the scripture. നമ്മളെ ഓരോരുത്തരെയുമാണ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. പത്രോസിനെ പോലെ അനേകരോട് സുവിശേഷം പറയുവാനും അനേകരോട് പ്രസംഗിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ നമ്മളെ ഓരോരുത്തരെയുമാണ് ആക്കിയിരിക്കുന്നത്. God has placed us just like Peter here on this earth to evangelize and to minister to the people. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു, കർത്താവേ, സാധാരണ നമ്മുടെയൊക്കെ രീതിയിൽ സ്നാനപ്പെട്ടതിന് ശേഷമാണല്ലോ നമ്മൾ ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആത്മാവിനെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നാം പിള്ളേരോടൊക്കെ നമ്മൾ പറയത്തില്ലേ, സ്നാനപ്പെട്ടതിന് ശേഷം നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, കാര്യം ആത്മശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വേണം. In the usual way, we all pray for the filling of the Holy Spirit after baptism. ഇവിടെ പക്ഷെ ആത്മാവിനാൽ ഇവരെ ആദ്യമേ അങ്ങ് നിറച്ചു. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ ആത്മാവിനാൽ നിറച്ചത് കൊണ്ടാണ് പത്രോസ് അവരെ സ്നാനപ്പെടുത്തിയത്. Here though, we see that they were filled with the Holy Spirit. Because of that reason, Peter baptized them. അല്ലെങ്കിൽ പത്രോസിന്റെ മനസ്സിന് ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്, ഇവൻ താഴ്ന്ന ജാതിക്കാരനാണ്. Otherwise, it's still in the mindset of Peter that he's an unclean man. ഹല്ലേലൂയ. ഈ ഭാഗത്ത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഏത് മനുഷ്യനും കർത്താവിന്റെ സന്നിധിയിൽ വന്ന പുതിയ സൃഷ്ടിയാണ്. You have to understand that if any person comes into the presence of God, he's a new creation. നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും, Even though we say this, നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഒരു വിവാഹത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടനെ ചോദിക്കും, മലങ്കരയിൽ നിന്ന് വന്നതാണോ? മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ പൂർവികരെയൊക്കെ തപ്പി നമ്മൾ പോകും. കാര്യം നമ്മൾ ഇന്നും വിശ്വസിച്ചിട്ടില്ല നമ്മൾ പുതിയ സൃഷ്ടിയായെന്ന്.
don't understand we are the new creation. ഞാനൊരു EU ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്. EU എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിക്കൽ യൂണിയൻ, ഒരു കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ വർക്ക്. I was saved from evangelical union background of that. അപ്പൊ ഞാൻ കണ്ട ഒരു ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഞങ്ങളൊക്കെ കോളേജിലും TKM കോളേജിലും ഒക്കെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുവിശേഷം അവിടെയൊക്കെ ഗ്രൂപ്പുകളുണ്ടായിരുന്നു, പ്രയർ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. So the colleges we have seen prayer groups there. മറ്റു മതത്തിൽ നിന്ന്, ഹിന്ദുക്കളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ രക്ഷയിലേക്ക് വന്നിട്ട് 10, 33, 34, 35 വയസ്സായിട്ട് ഇവർ വിവാഹം നടക്കുന്നില്ല. So we see that in those colleges, all those people who came to the faith, even though they're 30 and 34 years old, their marriage was not done. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അകത്ത് ഇപ്പോഴും ഇരിക്കുന്ന ഒരു കാര്യം ഏതാ? രക്ഷിക്കപ്പെട്ടതാണെങ്കിലും അതിനകത്ത് നിന്ന് രക്ഷിക്കപ്പെട്ടവനെ നമ്മൾ കല്യാണം കഴിക്കുള്ളൂ. That we have to understand that all the people who say we have to be more saved than that. കാര്യം നമുക്ക് ഇന്ന് ഒരു പൂർണ്ണമായും ആ ഒരു വിഷയത്തിനകത്ത് ഒരു മാനസാന്തരം വന്നിട്ടില്ല. Because we are not dependent from that mindset. കാര്യം ഈ ദൈവവചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. Because we don't believe in this word. ഇത് തന്നെയാണ് പത്രോസിന്റെ പ്രശ്നം. This was the problem of Peter. അതുകൊണ്ട് അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ വ്യാപാരം നടന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ ക്ലിയർ ആയ കാര്യങ്ങളൊക്കെ. That's why there was a baptism of the Holy Spirit there, and Peter understood clearly. Praise the Lord. Hallelujah. എന്നാൽ ഫിലിപ്പോസിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിന് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. കാര്യം ഫിലിപ്പോസ് ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. But when we come to Philip, he had no problem with that because he was an evangelist. പുള്ളിയെ കുറിച്ച് നമുക്കറിയാമല്ലോ. 7 പേരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു. മേശമേൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. താനൊരു അപ്പോസ്തലനല്ലായിരുന്നു, താനൊരു പാസ്റ്റർ അല്ലായിരുന്നു, താൻ ആരുമല്ലായിരുന്നു. താൻ ആ കൂട്ടത്തിൽ നിന്ന് ആത്മാ അഭിഷേകം പ്രാപിച്ച് സ്തെഫാനോസിന് ശേഷം ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി എടുത്ത് സുവിശേഷവുമായി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. Philip was not an apostle or a pastor, but he was filled with the Holy Spirit and was used after Stephen as one of the 7 to minister. അപ്പോൾ ഫിലിപ്പോസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. So Philip had no problem like that. ഫിലിപ്പോസിനെ സംബന്ധിച്ച് അതാണ് നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ വായിച്ചത്. അതിലേക്ക് മടങ്ങില്ല. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ഒരു ഷണ്ണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ ഷണ്ണൻ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനായിരിക്കുന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. So this eunuch here of the Ethiopian queen was like in our terms a big IAS officer. ഇദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ വേദപുസ്തകം എടുത്തുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. And he was reading the scripture as he was coming. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചായിരുന്നു, നമ്മളെങ്ങനെ ഇങ്ങനെ ഒരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുവായിരുന്നെങ്കിൽ വേദപുസ്തകം വായിക്കുമായിരുന്നോ ഫേസ്ബുക്ക് പോകുമായിരുന്നു? I thought that if we come after a business trip, will we be reading scripture or Facebook? ഇദ്ദേഹം വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. കാര്യം യെശയ്യാവിന്റെ അന്ന് പുതിയ നിയമമില്ലല്ലോ, യെശയ്യാവ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. So he was reading the scripture, the part of Isaiah. കാര്യം യെശയ്യാവിന്റെ പുസ്തകം വായിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ലെന്ന് ആ പരിശുദ്ധാത്മാവ് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇദ്ദേഹത്തിന് ഒരു ഹൃദയമുണ്ടെന്ന്. When the Holy Spirit saw that he did not understand that part, God understood that he has a heart for him. ഇദ്ദേഹത്തിന് ഒരു ഹൃദയമുള്ളവനെ അതിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. God sees those people who have നമ്മുടെ അകത്തൊരു ഹൃദയമുണ്ടെങ്കിൽ നമ്മളെ അതിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. If you have a heart for the faith, God will bring us into that. ഇന്ന് ആത്മാവിൽ നിറയുവാൻ നിനക്കൊരു ഹൃദയമുണ്ടെങ്കിൽ നിന്നെ ഒരു ആത്മ നിറവിലേക്ക് നടത്തുന്ന ഒരു ദൈവമാണ്. If you have a heart for being filled with the Spirit, then നിനക്ക് പുതിയൊരു ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഒരു ഹൃദയം നിനക്ക് അകത്തുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ചില നിയോഗങ്ങളെ ദൈവം കൽപ്പിക്കുന്ന ഒരു ദൈവമാണ്. if you have a heart for a new ministry, God will bring you into that. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്ന തിരുവചനം വായിക്കുന്നത് ഇന്നൊരു ദാരിദ്ര്യത്തോടുകൂടെ ഇതിനകത്ത് വരട്ടെ, ഇതിനകത്ത് നടന്നുള്ള ഒരു വലിയ ആത്മചലനം ഉണ്ടാകുവാനായിട്ട് ഇടയാകും. That's why the scripture says, "Blessed are the poor in spirit." Let us come with the spiritual poverty before God. അങ്ങനെ ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യൻ അതിന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഒന്നും മനസ്സിലാകുന്നില്ല. So here we see such a person with a heart reading the scripture but not understanding it. അപ്പോൾ ശമരിയയിൽ വലിയ റിവൈവൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തന്നെയാണ് അതിന് പറ്റിയ ആള്. Meanwhile, when Samaria, when the revival is happening, the Holy Spirit spoke to Philip that you are. അദ്ദേഹത്തിനെ ഇങ്ങ് കൊണ്ടുവന്ന് തേരിനോട് ചേർത്ത് നടത്തിക്കുക So പരിശുദ്ധാത്മാവ്. the Holy Spirit took Philip and he was walking near the chariot. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഈ ഹൃദയം താല്പര്യമുള്ള ഒരുവനെ ഇതിനകത്തുള്ളത് കൊണ്ട് ഇന്ന് ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ, ഇന്നിവിടെ മീറ്റിംഗിൽ ആയിരിക്കുമ്പോൾ നീ താല്പര്യത്തോടു കൂടെയാണ് ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഇവിടെ ഇറങ്ങുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. God will be there for you. അവിടെ
ഒരു ദൈവം. നീ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. തിരക്കുകളൊക്കെ മാറ്റിവേ ഫിലിപ്പോസേ, ഇങ്ങോട്ട് വാ, നിന്നെ എനിക്ക് ഉപയോഗിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പേരിനോട് ചേർത്ത് നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ്. Here you see that busyness was not a problem. That if you have heart for it, God wants you there for it. ഹല്ലേലൂയ. അവിടെ കേറി ഫിലിപ്പോസ് തന്നോട് ഹല്ലേലൂയ സുവിശേഷം പറഞ്ഞു. So then Philip came and evangelized him. സുവിശേഷം ആരാണ്, ആരെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയപ്പോൾ, And when Philip clarified who the scripture was talking about, ഹല്ലേലൂയ, ഈ പറയുന്ന മനുഷ്യൻ പറയാണ്, വളരെ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം ആരാണെന്ന് എന്തിനാ അവിടെ എഴുതിയിരിക്കുന്നത് ചോദിച്ചാല്, നിന്റെ പൊസിഷനോ നിന്റെ ഇതോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. പക്ഷെ എന്തിനാ അവിടെ എഴുതിയിരിക്കുന്നത് ചോദിച്ചാൽ, അത്രയ്ക്ക് ജ്ഞാനിയായ, അത്രയ്ക്ക് പവർഫുൾ ആയ ഒരു വ്യക്തി സുവിശേഷം മനസ്സിലാക്കിയപ്പോൾ തന്നെ മുഴുവനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി. So why this was written here was to understand that such a person of power and knowledge, he came and submitted himself before the gospel. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ദൂതനാണ് ഫിലിപ്പോസിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഇച്ചിരി വെള്ളം കണ്ടപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഈ ഷണ്ണൻ പറയുകയാണ്, ഇവിടെ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? So here this Ethiopian eunuch, when he saw water, he said, what hinders me from being baptized? ഹല്ലേലൂയ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൂടെ പോയപ്പോൾ ഒരു പക്ഷേ അവിടെ വല്ല പശുവിനെയോ പോത്തിനെയോ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ഈ സുവിശേഷം എല്ലാം അവിടെ കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പൊസിഷൻ എല്ലാം പുള്ളി മറന്നുപോയി. പുള്ളി പറഞ്ഞു, ഇനി പശു ആയാലും കുഴപ്പമില്ല, പോത്തായാലും കുഴപ്പമില്ല, എനിക്ക് തിരുവചനം ഒന്ന് അനുസരിച്ചാൽ മതി, എന്നെ ഇതിനകത്തൊന്ന് സ്നാനപ്പെടുത്തണം. So to bring to our cultural context, when he was seeing the water, he didn't care what it was, he just wanted to obey the gospel. ഹല്ലേലൂയ. അവിടെ ഫിലിപ്പോസ് പറഞ്ഞു, നീ പൂർണ്ണമായും വിശ്വസിക്കുന്നെങ്കിൽ എന്ത് തടസ്സം? So when Philip said, if you believe with all your heart, you may. എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തി ഇതാ ഹല്ലേലൂയ ഫിലിപ്പോസിന്റെ കൈ കീഴിൽ അവിടെ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി. So this powerful person with such a position came to be baptized under Philip. ഹല്ലേലൂയ. അത് ഫിലിപ്പോസിന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ടല്ല, ഷണ്ണനോടുള്ള ദൈവത്തിന്റെ ഒരു നീതിയായിരുന്നു. This was not the achievement of Philip, but the faithfulness of God towards the youth. നമ്മുടെ ദൈവം മഹാനായ ദൈവമാണ്. Our God is a great God. ഹല്ലേലൂയ. ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്റെ ഒരു ചെറിയൊരു സാക്ഷ്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I would like to conclude with a small testimony of mine. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ എന്നെക്കാളും 2 വർഷം സീനിയർ ആയിട്ട് പഠിച്ച ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. So when I came to the faith, a sister who was senior of me, she was living near us. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സിസ്റ്റർ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിനൊക്കെ ശേഷമാണ് ഞങ്ങളൊക്കെ അവരോട് സുവിശേഷം പറഞ്ഞു. ഇവരും ഫൈനലി രക്ഷയിലേക്ക് വരുവാനായിട്ട് ഇടയായി. And we were able to evangelize them and they came to the faith. പുള്ളിക്കാരത്തി കുറച്ച് മോഡേൺ ആയിരുന്നു. And she was a modern person. പുള്ളിക്കാരത്തി അങ്ങനെ കുറച്ച് മോഡേൺ ആയതുകൊണ്ട് കോളേജിലൊക്കെ വന്നപ്പോൾ അവിടെ മിസ് കോളേജ് ഒക്കെ ആയ വ്യക്തിയാണ്. Okay. So she won many beauty contests in that university. അപ്പൊ ഇങ്ങനൊക്കെ നടന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പിന്നെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടുവാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പൊ ഞങ്ങള് ആദ്യം രക്ഷിക്കപ്പെട്ട കാലത്ത് ഞങ്ങൾക്ക് ചർച്ച ഒന്നുമില്ല, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഈ കുളത്തിലാണ് കൊണ്ടുപോയി സ്നാനപ്പെടുന്നത്. So that time we didn't have any church and we brought her to any pool to be baptized. തന്റെ സൗന്ദര്യത്തിൽ ഒരുപാട് ഇങ്ങനെ ബോസ്റ്റ് ചെയ്തിരുന്ന ഒരു പുള്ളിക്കാരത്തിയാണ്. She was a person who boasted in her beauty. അങ്ങനെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയ സമയത്ത് ആ സ്നാനപ്പെടുത്തുന്ന കുളത്ത് വന്നപ്പോൾ കുളത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പോത്തിനെയും എരുമയും ഒക്കെ അവിടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കും. So when we came to that pond for her to be baptized, there was domestic animals there. അപ്പോൾ പറഞ്ഞു, ഇതാണ് ഏറ്റവും ബെസ്റ്റ് സ്ഥലം സ്നാനപ്പെടാനായിട്ട്. So this is the best place to be baptized. നമ്മുടെ ആ ബ്യൂട്ടി കോൺസെപ്റ്റ് ഒക്കെ ഉടയാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം ഇവിടെ ഇത് തന്നെയാണ്. So that was the best place to destroy all those mindsets. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്നും ബോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കില്ല. We have nothing to boast before the presence of God. എക്സാക്ട്ലി ഇതാണ് ഇവിടെ ഈ ഷണ്ണന്റെ ജീവിതത്തിൽ നടന്നത്. എനിക്ക് ഒരുപാട് പുകഴ്ച പറയുവാനായിട്ട് സകലതും ഉണ്ടായിരുന്നിട്ടും അവിടെ കണ്ട ഒരു വെള്ളം കണ്ടപ്പോൾ താൻ തന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായി. എന്നെ ഇവിടെ സ്നാനപ്പെടുത്തിയാണ്. So here is Ethiopian eunuch who had a lot of things to boast for, but when he came before the water and before the gospel, he submitted himself. നമുക്ക് ആ ഒരു ഹൃദയം ഉണ്ടാകുന്നുണ്ടോ? Do we have such a heart? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ദൈവം ഓണർ ചെയ്യുന്നു. God honors such people. അങ്ങനെയുള്ള ഒരു ഹൃദയമുള്ളവരെ ദൈവം ഓണർ ചെയ്യുന്നു. God honors such people with such hearts. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അങ്ങനെ നമുക്ക് താഴുവാനായിട്ട് കഴിയുന്നു. Are we able to humble ourselves like that in the
process. തന്റെ സ്നാനം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഹല്ലേലൂയ ഫിലിപ്പോസിനെ അവിടെ നിന്ന് എടുക്കുവാനായിട്ടിടയായി. And after the baptism, the Holy Spirit took Philip away. ഹല്ലേലൂയ. ആ ഒരു വാക്യം ഇങ്ങനെയാണ്. എനിക്ക് 39ാമത്തെ വാക്യം, ആഫ്റ്റർ ബാപ്റ്റിസം സ്പിരിറ്റ് സ്നാച്ച്ഡ് ഫിലിപ്പ് away. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതുവരെ ഒരു അപ്പോസ്തലനും ഒരു ശുശ്രൂഷകനും കിട്ടാത്ത ഒരു പ്രിവിലേജ് ആണ് ഫിലിപ്പോസിനെ അവിടെ കിട്ടുവാനായിട്ട് ഇടയായത്. The privilege no apostle has got, Philip was able to receive. കാര്യം ഹല്ലേലൂയ, ആത്മാവ് തന്നെ ക്യാരി ചെയ്തുകൊണ്ട് പോകുവാനായിട്ട് ഇടയായി. It was such a privilege that the Spirit took him away. പക്ഷേ ഈ വാക്യമെല്ലാം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഉടനെ അല്ല ആത്മാവ് എടുത്തുകൊണ്ട് സ്നാനം കഴിഞ്ഞതിന് ശേഷം. But it was not after being saved that the Spirit took him away, but after the baptism. സ്നാനം പെടാത്തവരോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്നാനം കഴിഞ്ഞാലേ പൂർത്തീകരണത്തിലേക്ക് വരത്തുള്ളൂ. To all the people who are not baptized, only the fullness will come after the baptism. അതുകൊണ്ടാണ് സ്നാനം വരെ അവിടെ വെയിറ്റ് ചെയ്തത്. That is why till the baptism we see the ഫിലിപ്പോസിന് സമയമില്ല, പരിശുദ്ധാത്മാവിനും അറിയാം. പക്ഷേ ഹല്ലേലൂയ, തന്റെ ആ സ്നാനം ഒന്ന് കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ അവിടെ നിന്ന് എടുക്കുവാനായിട്ട് ഇടയായി. Philip was a busy man, but we see that after the baptism the Spirit took him away. ഹല്ലേലൂയ. ദൈവവചനം, ദൈവത്തിന്റെ കൽപ്പനയുടെ മുമ്പിൽ നമുക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ ഏൽപ്പിക്കാം. Let us submit ourselves before the word of God and before the command. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പൂർത്തീകരണത്തിന്റെ ദൈവമാണ്. Our God is a God of completion. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അടുത്തൊരു പ്രൊമോഷനിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ്. If you desire for that promotion, ഇവിടെ പത്രോസിന് ഒരു പ്രൊമോഷൻ ലഭിച്ചു. here Peter received a spiritual promotion. പണ്ട് യഹൂദനോട് മാത്രം സുവിശേഷം പറഞ്ഞിരിക്കുന്ന പത്രോസ് ഇതാ ജാതികളോട് സുവിശേഷം പറയുവാനായിട്ട് ഇടയായി. The Peter who used to only preach to Jews is now preaching to the Gentiles. കൊർന്നല്യോസ് അതുവരെ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നാൽ കൊർന്നല്യോസിന്റെ മേൽ ഒരു ആത്മപകർച്ച ഉണ്ടായി. തനിക്ക് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ആ ഒരു പദവിയിലേക്ക്, ദൈവസഭയിലേക്ക് തനിക്ക് കയറുവാനായിട്ട് ഇടയായി. Cornelius was a good man, but when he received the Holy Spirit, he received the privilege of being a child of God and into the church of God. ഷണ്ണന്റെ ജീവിതത്തിൽ ഇതുവരെ ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പേരിനാണെങ്കിൽ ആ ദൈവവചനത്തിന്റെ അർത്ഥങ്ങളും മർമ്മങ്ങളും തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. The Ethiopian eunuch who read the scripture never understood it, but when the Holy Spirit came, he was able to understand clearly. വലിയ തിരക്കുകളുടെ നടുവിൽ നിന്ന് ഫിലിപ്പോസ് ഹല്ലേലൂയ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അവിടെ ചലിച്ചപ്പോൾ തന്നെ ആത്മാവ് എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ഇടയായി. But when Philip took a step, who was a busy man, who took a step for that, the Holy Spirit snatched him away. ഹല്ലേലൂയ. ഇന്ന് ദൈവസഭയോട് പറയാനുള്ള ദൂത് എനിക്കിതേ ഉള്ളൂ. നിന്റെ അകത്തൊരു താല്പര്യമുണ്ടെങ്കിൽ, നീ ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഈ ചില പുതിയ അവസ്ഥകളിലേക്ക്, പുതിയ നിലവാരങ്ങളിലേക്ക് ദൈവം ഈ നാടുകളിൽ നിങ്ങളെ നടത്തുവാനായിട്ട് ഇടയാകും. If you have a desire in your heart and you are humble before the presence of God, God will lead you to that. ഒരു ദൂതായിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ മേഖലകളിലേക്ക് ദൈവം നിങ്ങളെ നടത്തുവാനായിട്ട് ഇടയാകും.